എംഷിക, നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറേ വെൻഡേഴ്സ് ഉണ്ട്, അതുപോലെ ബിസിനസ് പീപ്പിളൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരൊക്കെ പറയുന്ന ഒരു പ്രധാന കൺസേൺ ആണ്, അവർക്ക് ശരിക്കും അക്കൗണ്ട് വൈസ് ബുക്കിൽ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ നമ്മളത് ക്യാഷ് ചോദിക്കുമ്പോൾ എടുത്തു തരാനുള്ള ഒരു ക്യാഷ് അവരെ കയ്യിൽ പലപ്പോഴും കാണാറില്ല. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അതെന്തായിരിക്കും ശരിക്കും അതിന്റെ റീസൺ? കോമൺ ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മളെ മാർക്കറ്റിൽ പൊതുവെയുള്ള എല്ലാ ബിസിനസ് പീപ്പിളിനും ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സാറേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു എന്താ പറയുക, ആർക്കും അറിയാത്തൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതിലൊരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത് ക്യാഷ് ഫ്ലോൻ്റെ ഇഷ്യൂ ആണ് വരുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ എപ്പോഴും ബുക്ക് തന്നെ കാണും, അതൊരു തിയറിയാണ്. ആക്ച്വൽ കിങ് ഇൻ ദ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാഷ് ഫ്ലോ തന്നെയാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ എന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയില് നടത്തുമ്പോഴാണ് നമുക്ക് റവന്യൂ വരുന്നത്. അപ്പോൾ സെയില് നടത്തുമ്പോൾ സെയില് ക്രെഡിറ്റിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ക്യാഷ് വരൂലല്ലോ ഒരിക്കലും. അപ്പം ഈ റെസീവബിൾസ് മാർക്കറ്റിൽ കിടക്കുന്നതാണ് ഒന്നാമത്തെ റീസൺ. അപ്പോൾ ക്യാഷ് ആയിട്ട് വരില്ല. സെയിലാണെങ്കിൽ പ്രോഫിറ്റും എല്ലാം കൂടുകയും ചെയ്യും നമ്മളെ മാർജിൻ അനുസരിച്ച്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലയറിൻ്റെ പേയ്മെൻറ്റ്, അതായത് നമ്മൾ റെസീവബിൾസ് ഫോക്കസ് ചെയ്യാതെ സപ്ലയറിന് ഓൺ ടൈം പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇംബാലൻസ് വന്നു. അതായത് നമുക്ക് ക്യാഷ് കിട്ടുന്നുമില്ല, നമ്മൾ സപ്ലയറിന് കൊടുക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പറഞ്ഞാൽ ഹൈ ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നതാണ്. ഹൈ ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് ഇവിടെ വെക്കുക. നമുക്ക് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ വേണ്ടിയ സാധനങ്ങൾ നമ്മളൊരു 5 മാസത്തേക്കോ അല്ല 4 മാസത്തേക്കോ അല്ലെങ്കിൽ നോൺ മൂവിങ് ഐറ്റം ആയിട്ട് നമ്മളെ ക്യാഷ് ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടാവുമോ ബിസിനസ്സിൽ? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുമാണ് വേറൊരു റീസൺ ആയിട്ട് വരുന്നത്. അത് പിന്നെ ഒരു കാര്യം വരുന്ന ഒരു ഫൈനലായിട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ബോറോയിങ് ഉണ്ടാവും, നമ്മൾ ആരുടെടുത്തെങ്കിലും പൈസ റോൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ലോണായിട്ട് പൈസ എടുത്തിട്ടുണ്ടാവും. ഇതിനൊക്കെ പൈസ പോകുന്ന സമയത്ത് ഇത് ക്യാഷ് പോവും, പക്ഷേ ഇത് ബുക്കിന് എഫക്റ്റ് ചെയ്യില്ല. ബുക്കിൽ അതിൽ ലാബിലിറ്റിയിലേക്കാണ് പോവുക. എക്സ്പെൻസിൽ എന്ത് ചെയ്യൂല, ഈ പ്രോഫിറ്റിന് ഇത് ബാധിക്കില്ല, പക്ഷേ ക്യാഷ് ഓൾറെഡി പോയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്താവുള്ളൂ, ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷിൻ്റെ അവൈലബിലിറ്റി നമ്മളെ ബിസിനസ്സിൽ നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസീവബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഇൻവെൻട്രി ഏറ്റവും ഒപ്റ്റിമൽ ലെവലിൽ കീപ്പ് ചെയ്യുക, സപ്ലയറിന് എത്രത്തോളം നമുക്ക് പേയ്മെൻറ്റ് ടേംസ് അവരോട് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ അത് ചെയ്യുക, നമ്മളെ ലോൺ പേയ്മെൻറ്റ് അതേമാതിരി ലാബിലിറ്റീസിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് അല്ലെ കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു ഇഷ്യൂ ഈ സപ്ലയർ പറഞ്ഞ അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് ആരാണ് എനിക്ക് പറഞ്ഞതെന്ന് അറിയില്ല, അവർ ചോദിച്ച ആ കാര്യം അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചോദ്യകർത്താവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മറന്നുപോയി. ഇത് മിസ്റ്റർ സായദ്, നമ്മളെ ഇ കൊമേഴ്സിൻ്റെ ഹെഡാണ്. നമ്മളെ ദാറുസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇ കൊമേഴ്സിൽ വെർട്ടിക്കൽസ് വരുന്ന നമ്മൾ ഓൺ പ്ലാറ്റ്ഫോം വരുന്നതോട് കൂടിയിട്ട് നമ്മൾ മറ്റുള്ള പ്ലാറ്റ്ഫോമിലും മാർക്കറ്റ് പ്ലേസിലൊക്കെ ഒരുപാട് സാധനങ്ങൾ സെല്ല് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മളെ ഓൺ മാർക്കറ്റ് പ്ലേസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ലീഡ് ചെയ്യുന്നതാണ് മിസ്റ്റർ സായദ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്. സീ യു സൂൺ.